നാളുകളായി മനസ്സിലുള്ള ഒരു സംശയമായിരുന്നു. കേരളത്തിൽ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം ബംഗാളികൾ മാത്രമാണല്ലോ എന്നാണ് ഇപ്പോഴത്തെ ആവലാതി. ഈ ബംഗാളി പ്രയോഗം സാമാന്യവൽക്കരണമാണ്. എല്ലാ കൊതുകുതിരിയെയും ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് പോലെ ഏതാണ്ട് എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള മറുനാടൻ തൊഴിലാളികളെയും ബംഗാളികളായാണ് അടയാളപ്പെടുത്തുന്നത്. ഉത്തരേന്ത്യക്കാർക്ക് തെക്കേ ഇന്ത്യക്കാരെല്ലാം മദ്രാസികളായതുപോലെ പശ്ചിമ ബംഗാളിൽ മാത്രമല്ല, മാറി മാറി ദീർഘകാലം BJPയും കോൺഗ്രസും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും ദീർഘദൂരം യാത്ര ചെയ്ത് ധാരാളം തൊഴിലാളികൾ അനുദിനം കേരളത്തിലെത്തിക്കൊണ്ടിരിക്കുന്നു. തൊഴിലും മെച്ചപ്പെട്ട കൂലിയും ലഭ്യമായ ദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം മലയാളികൾക്ക് ഇത് അന്യമല്ലല്ലോ. സിലോണിലേക്കും സിംഗപ്പൂരിലേക്കും ഇപ്പോൾ ഗൾഫിലേക്കും പോകുന്നത് മറ്റൊന്നിനുമല്ലല്ലോ. അതുപോലെ തൊഴിലിനും മെച്ചപ്പെട്ട വേതനത്തിനുമാണ് ഉത്തരേന്ത്യൻ തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നത്. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ട ചില വ്യത്യാസം ഇത് ഇന്ത്യക്ക് പുറത്തേക്കല്ല, ഇന്ത്യക്കകത്ത് തന്നെയാണ് എന്നുള്ളതാണ്. അവരുടെ സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒരു ഇന്ത്യയെ തേടിയുള്ള പലായനം. അവിടെയാണ് എന്റെ സംശയം. അവർ എന്തുകൊണ്ട് കേരളത്തെ തിരഞ്ഞെടുക്കുന്നു? അടുത്തിടെ ഒരു RSS പത്രത്തിൽ വന്ന കേരളത്തിന്റെ ചിത്രം എത്ര ഭീകരമാണ്. ലോകത്തുള്ള സകല തിന്മകളുടെയും കേന്ദ്രം, വികസനം മുരടിച്ച, വർഷം മുഴുവൻ തൊഴിൽ സമരമുള്ള, അരാജകത്വം വാഴുന്ന, നിരീശ്വരവാദികളുടെ പശുവിറച്ചി തിന്നുന്നതുമായ നീചന്മാരുടെ രാജ്യം, അസുര രാജ്യം. അസുര നിഗ്രഹത്തിനായി പല മാന്യന്മാരും സ്വയം വാമന അവതാരമായി പ്രഖ്യാപിച്ചിരിക്കുകയുമാണല്ലോ. അപ്പോൾ പിന്നെ എന്റെ സംശയം, ഈ ഭീകര രാജ്യത്തേക്ക് ദീർഘദൂരം യാത്ര ചെയ്ത് ബുദ്ധിമുട്ടാതെ ഈ ഉത്തരേന്ത്യൻ തൊഴിലാളികൾക്ക് ഗുജറാത്തിലേക്ക് പോയാൽ പോരായോ? എന്താണ് ഈ ബംഗാളികൾ ഗുജറാത്തിലേക്ക് പോകാത്തത്? 15 വർഷത്തെ മോഡി ഭരണം കൊണ്ട് സംഘപരിവാരികളുടെ ദൃഷ്ടിയിൽ ഇന്ത്യയിൽ വികസനത്തിന്റെ മാതൃകയാണല്ലോ ഗുജറാത്ത്. അങ്ങനെ വികസനം കൊണ്ട് വീർപ്പുമുട്ടി നിൽക്കുന്ന ഗുജറാത്തിലേക്ക് അയൽപ്പക്കത്ത് BJP തന്നെ ഭരിക്കുന്ന രാജസ്ഥാനിൽ നിന്ന് പോലും തൊഴിൽ തേടി തൊഴിലാളികൾ കേരളത്തിലേക്കാണല്ലോ വരുന്നത്. അവരെന്തേ ഗുജറാത്തിലേക്ക് പോകാത്തത്? അവിടെ തൊഴിലവസരങ്ങളില്ലേ? മാന്യമായി കൂലിയില്ലെന്നുണ്ടോ? ഗുജറാത്ത് മോഡൽ വെറും നുണക്കഥയാണോ? ഗുജറാത്തിൽ നിന്നും വ്യത്യസ്തമായ എന്ത് ആകർഷണീയതയാണ് കേരളത്തിനുള്ളത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് വിടുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് അനുബന്ധമായ മറ്റൊരു വിഷയമാണ്. ഉത്തരേന്ത്യൻ കുഗ്രാമങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള ഈ തൊഴിലാളി പ്രവാഹം ആ ഗ്രാമങ്ങളിൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സാമൂഹ്യ മാറ്റത്തെ പറ്റിയാണ്. ഒരു തൊഴിലും മാന്യമായ കൂലിയും അന്വേഷിച്ച് കേരളത്തിലേക്ക് എത്തുന്ന ഈ മറുനാടൻ തൊഴിലാളികൾ കേരളത്തിൽ കണ്ടെത്തുന്നത് മറ്റൊരു ഇന്ത്യയാണ്. അവരുടെ ഗ്രാമങ്ങളിൽ അവർ